audience. എന്റെ ദൈവമേ താക്കൂലാണ്. നീ എന്തോന്ന് തപ്പുന്നത്? താക്കോല് കാണാനല്ലേ വീട്ടിൽ കയറാൻ നിവർത്തിയില്ല. എന്റെ ദൈവമേ, നീ ഇത് എവിടെ കൊണ്ടുപോയി കളഞ്ഞേ? ഇല്ല, ഞാൻ പൂട്ടി താക്കോല് ഇതിന്റെ അകത്താണ് വയ്ക്കണം, പേഴ്സിന്റെ അകത്ത്. നല്ലതുപോലെ ഒന്ന് നോക്കിയ മണ്ടതിന്റെ അകത്തൊന്നും ഇല്ല. എന്നാണ് ഈ തമ്പിച്ചേട്ടനും വരുമെന്ന് പറഞ്ഞ് വന്നാ എനിക്കിന്ന് കോളി തന്നെ. എന്റെ ദൈവമേ, ഇല്ലൊക്കെ നോക്കി ഞാൻ. അമ്മ എവിടെയാ? ഒരു ചെറിയ മഴ പെയ്തപ്പോഴേക്കും ആ അമ്പിളിച്ചിനടുത്ത് ആ മതിലിടിഞ്ഞ് ഇങ്ങോട്ട് കിടക്കുന്നു ആ താര. ഇവിടെ താക്കോല് കാണുന്നില്ലെന്ന്, അകത്തോട്ട് കയറാൻ നിവർത്തിയില്ല. വീടിന്റെ അയ്യോ, എങ്ങോട്ടാ പോയത് ഇപ്പൊ? ഞാൻ കടയിൽ സാധനം വാങ്ങിക്കാൻ പോയി, ഇങ്ങോട്ട് തിരിച്ചു വന്നപ്പോ കാണാനില്ല, ഇതിലൊന്നും കാണാനില്ല. പേഴ്സിലാ വെച്ചിരുന്നതെന്നും പറയുന്നു, പേഴ്സിലും ഇല്ല. അല്ല, ഇങ്ങനെ ചെറുത്തില്ലായിരുന്നാ നീ എങ്ങനെ ജീവിക്കും എന്റെ പൊന്ന് സുലുവേ? അത് കുഴപ്പമില്ല, അത് നോക്കാം. അവിടെ ഏത് കടയിലാ പോയത് ഇപ്പൊ? ബാബുണ്ണന്റെ കടയില്ലേ, അവിടെ പോയി കുറച്ച് സാധനം വാങ്ങിച്ചായിരുന്നു. പക്ഷെ പൈസ കൊടുത്തപ്പോ പേഴ്സിനകത്ത് താക്കോലുണ്ടായിരുന്ന? ഓർമ്മയില്ല. അതില്ല. ആണോ? വിഷമിക്കണ്ട, നമുക്ക് നോക്കാമല്ലോ. ഇവിടുന്ന് പൂട്ടിക്കൊണ്ട് പോയതായിട്ട് ഓർമ്മയുണ്ടോ? പിന്നെ ഞാൻ താക്കോല് എടുത്തോണ്ടല്ലേ പോവുള്ളൂ. സാധനം ഇങ്ങനെ നമ്മളൊക്കെ അടിയിലെല്ലാം അങ്ങനെല്ലാം വെച്ചിട്ടുണ്ടാ? ഞാൻ എപ്പോഴും പൂട്ടിയാലും ഈ പേഴ്സിന്റെ അകത്ത് തന്നെയാണ് വയ്ക്കുന്നത്. താക്കോല് കൊണ്ടുപോയായിരുന്ന? കൊണ്ടുപോയി. ഇതെന്താ എന്ത് ചെയ്യുമെന്ന് പറയും. കഥക് പൂട്ടി താക്കോല് കഥകിനകത്ത് തന്നെ വെച്ചിട്ട് നാട് മുഴുവനും തപ്പുന്നു. നല്ല കാര്യമാണ്. എല്ലാവർക്കും പറ്റുന്നതല്ലേ. പോട്ടെ, ഇനിയിപ്പോ ടെൻഷൻ അടിക്കണ്ട. അതിൽ ഇത്രയേ ഉള്ളു. ഒരു കാര്യം സംഭവിക്കുമ്പോ പെട്ടെന്ന് ടെൻഷൻ അടിക്കരുത്. ഒരല്പനേരം ശാന്തമായിരുന്നിട്ട് ആലോചിച്ചിട്ട് നോക്കിയാൽ മതി. എന്നാ ഒരിത്തിരി ചക്ക പിന്നെ ഗിരിരാജന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാ. ഓ, തുടങ്ങി അടുത്തത് ഒന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക്. എന്റെ പൊന്ന് കനക, നീ ഒന്ന് അങ്ങോട്ട് ചെല്ല്. അമ്മ, ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ എന്തെങ്കിലുമൊക്കെ നമ്മളതിനകത്ത് ഇടപെടേണ്ട വല്ല കാര്യം ഉണ്ടാ? ശരി, പോയിട്ട് ചേച്ചി. അതിന് വലിയ കാര്യമില്ല. ഇതേണ്ട ആ മതിലില്ലേ അമ്മ, പൂനെണ്ണനെ വിളിച്ചു പറഞ്ഞു. പൂനെണ്ണനെ വിളിച്ചു പറഞ്ഞ അവിടുത്തെ മതിലിടിഞ്ഞു വീണെന്ന്. അങ്ങനെ ഞാൻ പിന്നെ ചെന്ന് നോക്കിയപ്പോ അവിടെ ആ താരല്ലട ഇടിഞ്ഞു വീണ്. ഉത്തരവാദിത്വം എന്ന് പറയുന്നത് കുറച്ചൊക്കെ വേണം. അതങ്ങനെ ഇവിടെ ഒരെണ്ണത്തിനില്ല, ഒരൊറ്റ ഒരെണ്ണത്തിനില്ല ഉത്തരവാദിത്വം. ഇല്ലെങ്കിൽ ഇങ്ങനെ തമ്മാടിത്തരം കാണിക്കൂ. ഈ കറണ്ട് പോയാൽ അമ്മ എന്ത് ചെയ്തെന്നാണ്? കറണ്ട് എന്തെടി, കാലാകാലം കറണ്ട് ഇല്ലേ? കറണ്ട് ഇപ്പൊ കുറച്ചു മുമ്പല്ലേ പോയത്. ഇവിടെ ചുമ്മാ ഇരിക്കുന്ന സമയത്ത് തേച്ചൂടെ? എടുത്ത് തേച്ച് വെക്കല്ല. വലിയ ചുളുവൊന്നും. വലിയ ചുളിവില്ല. നിങ്ങൾക്കൊക്കെ എങ്ങനെ ഞങ്ങൾ പറഞ്ഞാൽ മതി. മനുഷ്യൻ ബാക്കിയുള്ള ഇവിടെ ഓരോ കാര്യങ്ങളായിട്ട് ഓടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇതൊക്കെ ഒന്ന് ചെയ്തു വെക്കാൻ വയ്യാത്തത്. അതിലൊക്കെ നിൽക്കാൻ പോയല്ലേ. ഇടേ പെങ്ങളെ വരയ്ക്ക് വെളിയിലാണ്. ഇങ്ങനെ പോണെങ്കിൽ ബുദ്ധിമുട്ടാണ് ജീവിച്ച് മുന്നോട്ട് പോണത്. ഇങ്ങനെ പോവാണെങ്കിലേ എനിക്കും കുറെ ബുദ്ധിമുട്ടാ. എന്റെ കനക രാവിലെ ഷർട്ട് തേക്കാൻ എടുത്തപ്പോ കറണ്ട് പോയി, പിന്നെ തേക്കാൻ പറ്റിയില്ല. അതിനാണ് ഈ കിടന്ന് അമറണത്. ഇടേ 2-3 ക്ലയന്റ് മീറ്റിംഗ് ഉണ്ട്. ഈ ചുളിഞ്ഞെന്ന് പളിഞ്ഞെന്ന് ഇട്ടോണ്ട് ആളെ മുമ്പത്ത് നിൽക്കാനൊന്നും പറ്റൂല. അവരെന്തോ പറയും. അതെങ്ങനെ? ഓ, സമയം വേണ്ടേ, തിരക്കല്ലേ. ആ ഷർട്ട് ഒന്ന് തേച്ച് വെച്ചുവിടാന്ന് തങ്കം നിനക്ക്. രാവിലെ എഴുന്നേറ്റത് കനക, അതെ ഇത് കണ്ടോ, ഉച്ചക്കത്തേക്കുള്ള കറി ഉണ്ടാക്കി വെക്കുക, എഴുന്നേറ്റ് മുറ്റടിച്ച് പാത്രം കഴുകി, രാവിലെ കഴിക്കാനുള്ളത് ഉണ്ടാക്കി, അതിന്റെ കറി ഉണ്ടാക്കി. ഇനി ഞാനൊന്ന് എന്റെ കാര്യം ചെയ്യണമെങ്കിൽ ഇനിയേ പറ്റുള്ളൂ. എന്നിട്ട് വേണം എനിക്ക് ഇവിടെ പഞ്ചായത്തിൽ പോകാൻ വേണ്ടിയിട്ട്. അയ്യോ, എന്ത് പറഞ്ഞാലും ഒരു പഞ്ചായത്ത്. നിന്നെ പെറ്റിട്ടത് പഞ്ചായത്തിലാണാടി. ഒരു പഞ്ചായത്ത് ലോകത്ത് ആരും പഞ്ചായത്ത് കണ്ടിട്ടില്ലോ. കറണ്ട് അവള് വലിച്ചു ഊരിയല്ലടാ, കറണ്ട് പോയതല്ലേ, അത് സ്വാഭാവികം സംഭവിക്കുന്നില്ലേ. നീ ക്ഷമിക്ക്. എന്റെ പൊന്നു മാമ, ഇത് പറഞ്ഞ എന്നെ തിന്നില്ലെന്നേ ഉള്ളൂ ഡാഡി. മുത്തേ, നീ വരയ്ക്ക് വെളിയിൽ അതിന്റെ അപ്പുറമായിട്ടാണ് നീ പറഞ്ഞത്. നിനക്ക് തീരെ ഉത്തരവാദിത്വം ഇല്ല കേട്ടാ. ഡാഡിക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്തൂടെ? അഡ്ജസ്റ്റ് ചെയ്തൂടെ? എനിക്ക് മാത്രമേ ഉള്ളൂ അഡ്ജസ്റ്റ്മെന്റ്. ഈ വീട്ടിൽ കാലുകുത്തി അന്ന് മുതൽ ഞാൻ എല്ലാം അഡ്ജസ്റ്റ് ചെയ്യണം. ഞാൻ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഇത്രയും നാൾ ഇങ്ങനെ കുഴപ്പമില്ലാതെ പോണത്. എന്റെ ക്ഷമയുടെ നെല്ലിപ്പലക ഞാൻ കണ്ടോണ്ടിരിക്കുവാണ്. നിങ്ങൾ പറയണതിന്റെ ഇരട്ടി പറയാൻ എനിക്ക് അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല. ഞാൻ ഈ നേരം വരെ അടുക്കളയിൽ മിണ്ടാതെ നിൽക്കുവായിരുന്നു. ഇതേ എന്റെ തള്ള നല്ല രീതിയിൽ പഠിപ്പിച്ചേക്കുന്നോണ്ടാ, അതുകൊണ്ടാണ് ഞാൻ മിണ്ടാതിരിക്കുന്നത്, ക്ഷമിച്ചിരിക്കുന്നത്. എനിക്ക് അവതാരം വേണ്ടേ? എത്ര അവതാരം വേണ്ടേ? എടാ, നിങ്ങൾ നിർത്തണോ? എടാ, ഉള്ളവരുണ്ട് പോ നോക്കടാ.
കാര്യം നടക്കട്ടെ. അപ്പുറത്ത് കറണ്ട് ഉണ്ടാന്ന് നോക്കട്ടെ. ഷർട്ട് ചെയ്താ ചിരട്ട ഇട്ടെങ്കിലും ഞാനൊന്ന് തേച്ച്. വേണ്ടമ്മേ, ഇനിയേ എൻ്റെ കാര്യം നോക്കാം. എനിക്കറിയാം ആരെ ആശ്രയിക്കാതെ ജീവിക്കലാണ് ഏറ്റവും നല്ലത്. ഒരു കുഴപ്പമില്ല, നല്ല കാര്യം. മറ്റുള്ളവർക്ക് സമാധാനം ഉണ്ടാവുമല്ലോ. രാവിലെ ഈ നേരമായില്ലേ, എന്ത് ചെയ്തു നോക്കി? പത്രം എടുത്ത് കുറേ നേരം ഇങ്ങനെ ഇരിക്കും, പിന്നെ കുറേ നേരം കക്കൂസി പോയിട്ട് ഇങ്ങനെ ഇരിക്കും, പിന്നെ കുറേ നേരം ഫോണിൽ ഞോണ്ടിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് അടുപ്പ് പുകയാണ്. ഇല്ലെങ്കിൽ നമുക്കിപ്പോ പഞ്ചായത്തിൽ നിന്ന് നക്കാപ്പിച്ച കിട്ടിയത് പോലും തുടങ്ങിയാണ് നമുക്ക് ഞാനൊരു ബാധ്യതയായിട്ട്. മനുഷ്യ ഇവിടെ കുടുംബം കുട്ടിക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് ഇങ്ങനെയൊക്കെ ആർക്കും വായുമില്ല നാക്കുമില്ല. മക്കളെ പഠിക്കാനുള്ളത് നീ ഒന്നും മിണ്ടണ്ട കേട്ടോ, ഒന്ന് ചുമ്മാതില്ല. ഹലോ, ശർമിള ഈ ലോകത്തൊന്നുമല്ലേ? ഞാനൊരാൾ ഇവിടെ വന്നത് ശർമിള അറിഞ്ഞോ? ഒരു ഗുഡ് മോർണിംഗ് എങ്കിലും പറഞ്ഞോ? ഗുഡ് മോർണിംഗ് സാർ. അത് പറഞ്ഞു പറയേണ്ട സാധനമല്ല ഗുഡ് മോർണിംഗ്. ഒരു സ്ഥാപനത്തിൻ്റെ ഒരാൾ വരുമ്പോൾ അത് അങ്ങനെ ചെയ്യേണ്ട സാധനമാണ്. അല്ല, ചോദിച്ചു വാങ്ങേണ്ടതല്ല ഗുഡ് മോർണിംഗ്. അല്ല സാർ, മെസ്സേജ് വന്നതിന് റിപ്ലൈ കൊടുക്കുന്നുണ്ടേ. എന്ത് മെസ്സേജ്? ഫ്രണ്ട് അയച്ച മെസ്സേജിന്. ശർമിള, ഇവിടെ രജിസ്റ്റർ ചെയ്യാൻ സാധ്യതയുള്ള ആ ഉദ്യോഗാർത്ഥികളുടെയും സ്ഥാപനങ്ങളുടെയൊക്കെ അഡ്രസ്സ് അടങ്ങിയിട്ടുള്ള ഫയൽ എവിടെ? അതൊന്നും എടുത്ത്. ശർമിളെ. ആ സാർ. ഞാൻ ശർമിളയോടാണ് ഈ പറയണത്. എന്താ സാർ? ഇവിടെ രജിസ്റ്റർ ചെയ്യാൻ സാധ്യതയുള്ള ഉദ്യോഗാർത്ഥികളുടെയും സ്ഥാപനങ്ങളുടെയൊക്കെ അഡ്രസ്സ് അടങ്ങിയ ഒരു ഫയൽ ഉണ്ടല്ലോ, ആ ഫയൽ എവിടെ? അതെടുക്കാൻ. അതൊന്ന് വൈകുന്നേരം സാറിന് തന്നെ തന്നിനല്ല. എന്ന്? അന്ന് ഞാൻ സാറിന് തന്നിനി വൈകുന്നേരം. ആ ഫയൽ ഇവിടെ ഇല്ല. അല്ല സാർ, ഞാൻ തന്നിനി. ശർമിളെ, ആ ഫയൽ ഇതിലില്ല. ആ ഫയൽ നോക്കി എടുക്കാൻ അങ്ങോട്ട് തന്നു. എവിടെയെങ്കിലും നോക്കി എന്തെങ്കിലും ചെയ്തിട്ട് വേണ്ട. ജോലിയിൽ ഉത്തരവാദിത്വം ഇല്ലാണ്ട്. അല്ല സാർ, എനിക്ക് ഉറപ്പാ അത് ഞാൻ ക്ലിയർ ആയിട്ട് സാറിന് തന്നെ തന്നിനി. പിന്നെ ആ ഫയൽ ഇവിടെ നിന്ന് ഓടിപ്പോയോ? അതോ മാഞ്ഞു പോയോ? അതിപ്പോ എനിക്കെങ്ങനെ അറിയില്ലേ? സാറെന്തി വെറുതെ എൻ്റെ അടുത്ത് ചൂടാവുന്നത്? ഞാൻ സാറിന് തന്നി, എനിക്കെല്ലാം ഉറപ്പുണ്ട്. ഓ, അത് ശരി. അപ്പൊ തറുതല പറയാനുള്ള ഇതൊക്കെ ആയി അല്ലേ? ഞാൻ അല്പം സ്വാതന്ത്ര്യം തരണമെന്ന് പറഞ്ഞാൽ എൻ്റെ തലയിൽ കയറി ഇരിക്കണ്ട. അത് വേണ്ട കേട്ടാ. എന്തെങ്കിലും ചോദിച്ചാൽ ഇതിൽ തോണ്ടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം സീരിയസ് ആയിട്ട് സംസാരിക്കുമ്പോൾ മുഖത്തോട് നോക്കി സംസാരിക്കണം. മുഖത്ത് നോക്കണം, അല്ലാണ്ട് ഇതിൽ തോണ്ടിട്ടല്ല മറുപടി പറയാൻ. അല്ല സാറ്, ഫയല് കാണാനായിട്ട് എന്നോട് ചൂടായിട്ടുന്ന കാര്യം. പിന്നെ ഞാൻ ആരോട് ചൂടാവണം? ഞാൻ തന്നതല്ലേ. എപ്പോ തന്നു? കാണാണ്ട് ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്യാനാ? എന്തെങ്കിലും കാണാണ്ടായിട്ട് നിങ്ങൾ എൻ്റെ മണ്ടയിൽ വെക്കരുത്. അത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ആ ഫയൽ ഇവിടെ കാണേണ്ടത്. നിങ്ങൾ എവിടെയെങ്കിലും കൊണ്ട് കളഞ്ഞിട്ട് എൻ്റെ എനിക്ക് ആ ഫയൽ നോക്കിയെടുത്ത് തരണം. ഇനി ഇമാതിരി നിങ്ങൾക്ക് റെസ്പോൺസിബിലിറ്റി ഇല്ലാതെ ജോലി ആണെങ്കിൽ നിങ്ങൾ വേറെ എന്തെങ്കിലും പണിക്ക് പോകും. സാർ, ഇത് കുറേ ആയല്ലോ എന്നോട് പറയാൻ തുടങ്ങിയിട്ട്. വീട് ഇറങ്ങി പോയിക്കോ പോയിക്കോ പോയിക്കോന്ന്. അതിന്റെ ആവശ്യം നിനക്കില്ല. ഇവിടെ കടിച്ചു പോയിക്കേണ്ട ആവശ്യം നിനക്കില്ല, കേട്ടില്ലേ? ആഹാ, എന്നാ പിന്നെ ഇറങ്ങി പോ. ഇത് ആരെ ഭീഷണിപ്പെടുത്തണേ? വേണ്ട, ഞാൻ പോയിക്കോളാം. അതാ നല്ലത്. എനിക്ക് നീ പോയാലേ ഇവിടെ 100 പെമ്പിളരുടെ ക്യൂ നിപ്പുണ്ട്. ഇത്രയും പൈസയും കൊടുക്കണ്ട. ചെറിയ പൈസക്ക് എനിക്ക് ഇവിടെ വർക്ക് ചെയ്യാൻ ആളുണ്ട്. സാറ് അങ്ങ് കൊണ്ടുപോവാ. എനിക്ക് ഇങ്ങനെ കടിച്ചു പോയിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പോടോ സാറ്. നീ പോടോ പോടോ എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താന്ന്? മര്യാദയുടെ ഭാഷയല്ലേ? ഞാൻ മര്യാദയുടെ ഭാഷയിൽ കുറെ പറഞ്ഞു. ഞാൻ മര്യാദക്ക് തന്നെ സാറിന് ഫയൽ തരുകയും ചെയ്തു. സാർ അവിടെ കൊണ്ട് കളയും ചെയ്തു. എന്റെ പേരടിക്ക് ഇങ്ങനെ കയറിയിട്ടുള്ള കാര്യം. 35 ദിവസം ലീവ് എടുത്തിട്ട് ജോലിയിൽ ഉത്തരവാദിത്വം ഇല്ലാതെ കുറെ എണ്ണം. എന്റെ അപ്പൂപ്പന് കൈയ്യെടുക്കുമ്പോ അമ്മമ്മക്ക് കൈയ്യെടുക്കുമ്പോ ഞാൻ ലീവ് എടുക്കും. കാര്യം, നീ ആശുപത്രിയിൽ ജോലി
അവിടെ ആകുമ്പോൾ അവരെ അവിടെ കിടത്തി നിനക്ക് പരിചരിക്കാം. നിനക്ക് ഈ ഓഫീസ് പറ്റിയതല്ല. മറ്റുള്ളവര് വേറെ മനസ്സിലാക്കാൻ പറ്റാത്ത സാറിനോടെല്ലാം പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ പോവേന്ന് നരനരിയായിട്ട് വരുമല്ല സാറിന് സ്റ്റാഫുകൾ. സാറ് കൊണ്ടുപോവാ സാറ്. സാറ് കൊണ്ടുപോവാ. സാറിന്റെ ആട്ടുന്നുപ്പും കേട്ടിരിക്കേണ്ട ആവശ്യം നടക്കില്ല. സാറിന് സ്റ്റാഫുകൾ വരുമല്ല നരനരിയായിട്ട്. കൊണ്ടുപോവാ. ഞാൻ പോകും. ഏതെങ്കിലും കൊട്ടാരത്തിൽ പോയിട്ട് തമ്പ്രാട്ടിയായിട്ട് അവിടെ അങ്ങിരുന്നോ. ഓ ആയിക്കോട്ടെ. ഇതിനെക്കാട്ടും ഭേദം അത് തന്നെയാ. അത് കിട്ടുകയും ചെയ്യും. സ്റ്റാഫുകൾ ഇപ്പൊ നരന്നു വരും. പിടിച്ചോ ഫയല് വരുന്നത്. ഫയല് യൂസ്ലെസ്. എന്നെ അങ്ങ് ഭീഷണിപ്പെടുത്തുക. ഞാൻ ആദ്യമായിട്ടല്ല ഇങ്ങനെയൊക്കെ സംഭവം കാണണേ. ഇതൊക്കെ അറിഞ്ഞൂടെ. എൻ്റെ കീഴിൽ എത്ര എണ്ണത്തിൻ്റെ പാർട്ടിയിലുണ്ടായിരുന്ന വരെ ഞാൻ മര്യാദയ്ക്ക് നയിച്ചതാ. അപ്പോൾ ഇവൾ ഇത്തിരി പോകുന്ന ഇവൾ എന്നെ ഭീഷണിപ്പെടുത്തുന്നു. ഇവൾ പോയാൽ ഞാനിതങ്ങ് അടച്ചു പൂട്ടിയിട്ടങ്ങ് കടുവിനകത്ത് കയറി ഒളിക്കും. നീ ചുമ്മാ കളിയാക്കാൻ വേണ്ടി എഴുതണോ തക്കടു? അമ്മ ഓ ഇവനൊരു വക മാത്സ് അറിഞ്ഞൂടാ കേട്ടാ. ഒരു വക മാത്സ് അറിഞ്ഞൂടാ. മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഞാൻ കഴിഞ്ഞ ആഴ്ച അവനെ പഠിപ്പിച്ച് ഇപ്പൊ എഴുതി വെച്ചു നോക്ക്. പഠിക്കണ്ട മോനെ, നീ ഒന്നും പഠിക്കണ്ട. അവസാനം പരീക്ഷയ്ക്ക് മുട്ടപ്പൂജ്യം കിട്ടുമ്പോഴുണ്ടല്ലോ ടീച്ചർ നിന്റെ മൂക്ക് ചെത്തിയെടുക്കും. ആ മൂക്കില്ലാത്തവനായിട്ട് നടക്കാം നിനക്ക്. ഇതാ ഒരു 20 തൊട്ട് എംബോസിഷൻ എഴുതും. ആ 7 × 3 37. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞ മുത്തേ രാവിലത്തെ അങ്കക്കലിയൊക്കെ തീർന്നെന്ന് തോന്നുന്നല്ലോ. ഇതിനെയാണോ കാറ്റഴിച്ചു വിട്ട ബലൂൺ എന്ന് പറയണേ? പക്ഷെ എന്തായിരുന്നു ഇവിടെ തകർപ്പ്. ഞാനോർത്ത് വിഴുങ്ങി കളയുന്നു. ശർമ്മള ജോലി മതിയാക്കി. അയ്യടാതെന്താ പോയോ? എന്തുറ്റി? ജോലിയിലേ ഉത്തരവാദിത്തം ഇല്ലായിരുന്ന പിന്നെ എന്ത് ചെയ്യും? അങ്ങനെ ചെറിയ പെശ കാണിച്ചോണ്ട് ഞാൻ വഴക്ക് പറഞ്ഞു. അയ്യോ അത് ഇറങ്ങിപ്പോയി. നല്ല കാര്യം. അവളല്ലെങ്കിൽ അത്ര നാളൊന്നും നിൽക്കൂലെന്ന് എനിക്കറിയായിരുന്നു. പിന്നെ പറയാൻ എളുപ്പമാണ്. ഇനി അതുപോലെ ഒരാളെ കിട്ടാന്ന് പറഞ്ഞ പാടാണ്. അല്ല ഇപ്പൊ എന്ത് ചെയ്ത് പോവാനായിട്ട്? ഓഫീസിലെ ഒരു ഫയല് ആ അത് ഞാൻ എന്ത് ചെയ്തെന്ന് ചോദിച്ചപ്പോ അത് എന്നെ ഏൽപ്പിച്ചു എന്ന് കള്ളം പറഞ്ഞു. എന്നെ തന്നിട്ടില്ലല്ലോ. അതല്ലേ പിന്നെ തരാത്ത കാര്യം തന്നു എന്ന് പറഞ്ഞാ അപ്പൊ ഞാൻ എന്നെ കാര്യമായിട്ട് ഇച്ചിരി വഴക്ക് പറഞ്ഞു. പോയത് പോട്ടേന്നേ, നമുക്ക് ഒരാളെ വെച്ചാ പോരെ, അത്രേ ഉള്ളു കാര്യം. കഷ്ടായി പറയുമ്പോൾ എളുപ്പമാണ്. ഇനി ഒരാൾ അന്വേഷിച്ച് നടക്കുക എന്ന് പറയണത്. അന്വേഷിച്ചാ കിട്ടാത്തായിട്ട് എന്താ ഉള്ള? പൈസ കൊടുക്കണല്ലേ? നീ എഴുത്. എനിക്കൊരു ചായ എടുക്കേ. ഇത് അറിയാവോ? അങ്ങനെ തങ്കം ഇടട്ടെ ഇടട്ടെ. ഇടാൻ പോയി. അതല്ല ഇങ്ങോട്ട് വന്നേ. നീ വാ. എന്നാ ഈ ഫയൽ എവിടെ ഇരിക്കണം? അതവിടെ ഇരിപ്പുണ്ടായാലും എപ്പോ ഇരുന്ന്? 2 ദിവസമായല്ലോ. എന്നിട്ട് നീ എന്താ എന്നോടൊരു വാക്ക് പറയാത്തത്? ഇതെന്തിനാ ഞാൻ പറയണ? അവിടെ ഈ ഫയലാണ് കണ്ടില്ല എന്ന് പറഞ്ഞ ഫയല്. ശർമ്മള എന്നെ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞ ഫയല്. ബെസ്റ്റ്. എനിക്കറിയാവോ നിങ്ങൾ ഇത് നോക്കി നടക്കുവാന്നുള്ളത്. അതവിടെ കണ്ണും തുറന്ന് അവിടെ ഇരിപ്പുണ്ടായല്ലോ. നീ തേരാപ്പാര ഇവിടെ വീട്ടിനകത്ത് അവിടെ ഇവിടെ നടക്കണല്ലേ? നിങ്ങൾ ഈ വീട്ടിലുള്ളതല്ലേ? ഞാൻ 100 കാര്യമായിട്ട് നടക്കണല്ലേ? ഏതെങ്കിലും വെറുതെ ആ കൊച്ചിനെ വഴക്കും പറഞ്ഞു. അല്ല എന്നാ പിന്നെ തിരിച്ചു വിളിക്ക്. പിന്നെ തിരിച്ചു വിളിക്കേണ്ട കാര്യമൊന്നുമില്ല. പോയവര് പോയി. ഇപ്പൊ തിരിച്ചു വിളിക്കണ എന്ത് കാര്യത്തിനാ? ഇനിയിപ്പൊ എങ്ങനെ ഞാൻ വിളിച്ച വരുമെന്നോ? മറക്കടി. നിങ്ങളിപ്പോൾ അവളെ തിരിച്ചു വിളിക്കാൻ പോവാണോ? നല്ല കാര്യമായിരിക്കും. ഇപ്പം തിരിച്ചു വിളിച്ചിട്ടുണ്ടെങ്കിൽ അവൾ ഇല്ലാത്ത ഡിമാൻഡ് നിങ്ങളോട് പറയും. പൈസയും കൂടുതൽ ചോദിക്കും. അവൾ ഇനി തോന്നുമ്പോൾ ലീവ് എടുക്കും. നിങ്ങൾ അവളുടെ ജാട മുഴുവൻ കാണേണ്ടി വരും. അതിൽ നല്ലത് ഒരു പാവത്തിനെ പോയിട്ട് അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ ജോലി നടക്കും. നിങ്ങളുടെ കയ്യിലെ പോക്കറ്റിലെ കാശ് അവിടെ ഇരിക്കുകയും ചെയ്യും. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യും. ചെറിയ ലീവ് എടുക്കലും അതിലുള്ള ചെറിയ പ്രശ്നങ്ങളേ ഉള്ളായിരുന്നു. പക്ഷെ ആൾ നല്ല സ്മാർട്ടായിരുന്നു. പിന്നെ ആകെ സ്മാർട്ടായിട്ട് അവള് മാത്രമല്ലേ ഉള്ളൂ. ഇവിടെയൊക്കെ നോക്കായിരുന്നു. വഴക്ക് പറഞ്ഞത് കുറച്ച് കൂടിയും പോയി. നീ എഴുത്. ഇവിടെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് ഇവിടെ ഇരിക്കണ കണ്ടെങ്കിൽ നമുക്ക് അറിയാത്ത കാര്യം നമ്മുടെ അമ്മക്കിട്ട് കയറില്ലേ? എന്റെ പെണ്ണു റൊണാൾഡോ, നീ ഇതൊന്നും നോക്ക് പെട്ടെന്ന്.
എത്ര നേരമായി നിന്നെ വിളിച്ചിട്ട് അര മണിക്കൂറാണ് ഞാൻ ഇവിടെ നിൽക്കുക. അരമണിക്കൂർ ഇവിടെ വേറെ വർഷാപ്പൊന്നും ഇല്ലാത്തോണ്ടല്ല, പിന്നെ നമ്മുടെ ഒരു ചെക്കനല്ലേ നേരത്തെ വിളിച്ച് പണി അയ്യോ തരും. നിങ്ങൾ ഔദാരി തരല്ലേ. അവിടെ ഞാൻ മൂത്രം ഒഴിക്കാൻ സമയമില്ലാതെ നടന്ന് പണി ചെയ്തോണ്ടിരിക്കും. നിങ്ങൾ അതിന്റെ ഒരു മാത്രമേ ഇറങ്ങി വന്നത്. പിന്നെ എനിക്കറിയാലോ നീ എപ്പോഴും അവിടെ ചൊറിയും കുത്തിയിരിക്കുന്നത്. എന്തായാലും ഒരു അത്യാവശ്യത്തിന് വിളിക്കണം, നിനക്ക് അങ്ങ് ഭയങ്കര ജോലി. ചൊറി വരുവാന്ന് വിളിക്കാം. ഒന്ന് വരണേ കമ്പം കൊണ്ട് നീ കുത്താൻ വേണ്ടിട്ട്. ഒന്ന് ശരിയാക്കി തരുമോ ഇത്? പെട്രോൾ അടിച്ചായിരുന്നു അതിനകത്ത്. 250 രൂപയ്ക്ക് ഇപ്പൊ അടിച്ചതേ ഉള്ളൂ. ഒന്ന് സ്റ്റാർട്ട് ചെയ്തു. സ്റ്റാർട്ട് ആവുന്നില്ല എൻ്റെ റൊണാൾഡോ. ഇത് ഏത് നേരത്താണോ ഇന്ന് ഈ വണ്ടിയായിട്ട് ഇറങ്ങിയത്? ഇതിപ്പോ നിങ്ങൾ ധൃതിപ്പെട്ടത് അങ്ങോട്ട് നിന്റെ മച്ചമ്പി വിട്ടതിന് ശേഷം എനിക്കല്ലേടാ മൊത്തം ഓട്ടം. ഓട്ടം എടുത്താ നീ വലിച്ച കോമഡി അടിക്കല്ലേ. എടാ ഞാൻ ഉദ്ദേശിച്ചത് നിന്റെ മച്ചമ്പി ഇല്ലാത്ത കാരണം പാർട്ടിയുടെ എല്ലാ കാര്യത്തിനും ഞാനാണിപ്പോ ഓടിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളെന്തിനാ കൊണ്ട് നടരാണോ ഇല്ല രണ്ടാണ് വിളിക്കണം. എന്താ പൊന്നു, അവനെ മുത്തുലക്ഷ്മി വിട്ടാലേ അവനെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റൂ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഓക്കെ, ഞാൻ സമയവും പോയി. ഇത് ഫിൽറ്ററിനകത്ത് മൊത്തം കരട് കയറി. ഇത് മാറാതെ ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഫിൽറ്റർ ഇതിന് ഫിൽറ്റർ ഒന്നും ഇല്ലല്ലോ. ഇതിന് ഫിൽറ്ററും വിൽസും ബീഡിയും എല്ലാം ഉണ്ട്. ഇതിന് ഫിൽറ്റർ ഇല്ലാതെ വണ്ടി ഫിൽറ്ററാ ഇത് മാറേണ്ടി വരും. ഇത് ഒരുപാട് പൈസ ആവൂടാ. അത് അറിയാൻ പറ്റത്തില്ല. ഷോറൂമിൽ ചെന്നാലേ നീ ഇതിപ്പോ എങ്ങനെയെങ്കിലും ഒന്ന് സ്റ്റാർട്ടാക്കി താ. ഞാൻ ഇതൊന്ന് കൊണ്ടുപോയി ആരെങ്കിലും അറിയാവുന്നവനെ ഒന്ന് കാണിക്കട്ടെ. അങ്ങനെ ഒരു കാര്യം അറിയാവുന്ന അറിയാവുന്നതിനെ കൊണ്ട് കാണില്ല. അല്ല പിന്നെ ഇത് എങ്ങനെയാലും ഒന്ന് ചെയ്തു തരാൻ നമ്മളെ പണി അറിയാത്തവനാക്കാൻ നിൽക്കല്ലേ. അവെങ്കിൽ നീ ചെയ്തു കൊറേ നേരമായി. വന്നോ നിന്റെ മച്ചമ്പി. ഈ വഴിക്ക് ഈ വഴിക്ക് എടേ നമ്മുടെ ജോലി എന്താണെന്ന് അറിയാമല്ലോ, വി ഹെൽപ്പ്, പൊതുജന സേവനം. അപ്പം അതിന് ഇവിടെ പല സ്ഥലത്തും പോകേണ്ടി വരും. ഇവിടെ അടുത്തൊരാവശ്യമായിട്ട് വന്നാൽ ഇവിടെ ഒരു മെസ്സേജ് ഇട്ടാൽ വാട്സാപ്പിൽ അത് ഉപയോഗിക്കണമല്ലേ, ഒന്ന് നോക്കണം. എനിക്ക് മെസ്സേജ് വന്നില്ല. നിനക്കല്ല, ഞാൻ ഇവൻ്റെ കാര്യം പറഞ്ഞ. നീ ഇത് ഫോൺ വെറുതെ വെച്ചാൽ പോരാ, ഇതൊക്കെ എടുത്ത് നോക്ക്. എന്റെ ആളെ ഒന്ന് നോക്കാൻ സമയം കിട്ടുന്നില്ല. എത്ര ദിവസമായിട്ട് കിടന്ന് ഓരോ കാര്യം അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ഇട്ടു. എന്ത് കാര്യം? ഒന്നുമില്ല, എനിക്കൊരു നമ്മുടെ സ്ഥാപനത്തിലേക്ക് ഒരു സ്റ്റാഫിനെ വേണം. അതെന്തോ സ്റ്റാഫിനെ വേണമെന്ന്. അളിയന്റെ സ്ഥാപനത്തിലേക്ക് ഞാൻ സ്ഥാപനം കൊണ്ടു തരണോ? അളിയനല്ലേ വി ഹെൽപ്പ് എന്നും പറഞ്ഞ് നടക്കുന്നത്. ആർക്കും എന്ത് ഹെൽപ്പ് ചെയ്യാൻ നടക്കുന്നത്? അത് വേറെ, പള്ളി വേറെ, പള്ളിക്കൂടം വേറെ. അവിടെ ശർമ്മള ചേച്ചില്ലേ? ശർമ്മളെ മതിയാക്കി. ഓ നല്ല കൊച്ചായിരുന്നു കേട്ടോ. അതിനെ ഒന്ന് കളയണ്ടായിരുന്നു. ഇങ്ങനെയുള്ളവരൊക്കെ കൂടെ നിർത്തേണ്ട അളിയാ. എല്ലാം ഇങ്ങനെ ഒതാക്കി കിട്ടുമോ നമുക്ക്? ഡേയ്, നിനക്ക് വളരെ കുറച്ച് ദിവസത്തെ പരിചയമല്ലേ ഉള്ളൂ അവളുമായിട്ട്. അവരെ ഒരുപാട് അടുപ്പമൊന്നുമില്ലല്ലോ. നിന്റെ പറച്ചിൽ കേട്ടോ നിന്റെ കൂടപ്പറപ്പ് പോലെയാണല്ലോ. ഈ ആൻറ്റിയോട് അടുക്കുമ്പോഴേ മാങ്ങയുടെ പുളി അറിയാൻ പറ്റുന്നൊരു ചൊല്ലുണ്ട്. നമുക്ക് അവിടെ കൂടെ കുറച്ച് ദിവസം ഇരിക്കുമ്പോഴാണ് ഓരോരുത്തരുടെ സ്വഭാവം രീതിയൊക്കെ അറിയാൻ പറ്റണത്. അല്ല വെച്ചപ്പോൾ എനിക്കത് വർക്ക്ഷോപ്പിലേക്ക് ഇപ്പോൾ സാൾട്ടസ് പറഞ്ഞ് 2 പയ്യന്മാരെ കൂടെ ഒപ്പിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിളിച്ച് പറഞ്ഞപ്പോൾ തരാമെന്നും പറഞ്ഞു. അതിപ്പോൾ എന്ത് ചെയ്യും? അതൊക്കെ പറയും. അതിനിപ്പോൾ അവളല്ല വേറെ ആരിരുന്നാലും അങ്ങനെ തന്നെ പറയാം. നിനക്ക് സ്റ്റാഫിനെയൊക്കെ ഞാൻ തരാം. നീ അതിന് മുമ്പ് എനിക്ക് നല്ല കൊള്ളാന്നുള്ള ഇച്ചിരി കഴിവും തൻ്റെ ഇടയ്ക്കുള്ള ഒരു സ്റ്റാഫിനെ ഒപ്പിച്ചു നോക്കാളെ. ഒരാളുണ്ട്, ഞാൻ സംസാരിച്ച് നോക്കട്ടെ. ഇവിടെ നീ ഒന്ന് ആത്മാർത്ഥമായിട്ട് ശ്രമിക്കണേ. നോക്കാളെ ആത്മാർത്ഥമായിട്ട് നോക്കാം. അല്ലെങ്കിൽ എനിക്ക് ജോലി ഭാരം കൂടുതലാ ഇപ്പോൾ. ഇത് ഇന്ന് നടക്കൂടെ വല്ലോ? സ്റ്റാർട്ട് ചെയ്തേ. ഹലോ, ആ ആ ആ മനസ്സിലായി. ഓഫി ആ പണിയൊക്കെ അറിയാല്ലേ? അവിടെ നിൽക്കണ. ഒരു 5 മിനിറ്റ് ഞാൻ അങ്ങോട്ട് വരാം. ശരി ശരി. ഇവിടെ വണ്ടിയിട്. ഓഫീസിൻ്റെ അവിടെ ഒരു ക്ലൈൻറ്റ് വന്നിരിക്കുന്നു. കയറാം സാറേ. അങ്ങനെ ശരിയാവും. അപ്പൊ ഞാൻ അങ്ങനെ പോകും. നീ പതുക്കെ നടന്നു വേണം. അടുത്ത ഓ അച്ഛൻ ഇവിടെ 2 കിലോമീറ്റർ ഉണ്ട് വർക്ക്ഷോപ്പിലേക്ക്. നീ അവിടെ വാ, നിനക്ക് ചായം പടയും മാറ്റി തരാം. ഒരു ഓട്ടോ വിളിച്ച് പൊക്കോ. പണിക്കൂലെ പൈസ ഗൂഗിൾ പേ ആടാ. ഇതൊരുമാതിരി പറഞ്ഞ പരിപാടിയായി പോയല്ലോ. ഈ 2 കിലോമീറ്റർ ഞാൻ അവിടെ വരെ നടക്കണം. പൈസ കിട്ടിയിട്ട് അതുമില്ല. കള്ള രാഷ്ട്രീയക്കാർ തന്നെ. അല്ല സാറേ, അതിൻ്റെ ബാക്കി ഫോളോ അപ്പ് എന്താണെന്ന് ഞാൻ ഇവിടെ ഇരുന്ന സ്റ്റാഫാണ് അത് ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. ആള് ഇപ്പോൾ പെട്ടെന്ന് ഇവിടുന്ന് ലീവാണ്, കുറച്ച് ദിവസം കഴിയും വരാൻ. ഞാനൊന്ന് ഫയലൊക്കെ നോക്കിയിട്ട് ഞാൻ വിളിക്കാം. ഇല്ല ഞാൻ നമുക്ക് ഉടനെ തന്നെ അറേഞ്ച് ചെയ്ത് തരാം. ഇല്ല സാറേ, ഡിലേ വരില്ല. ഓക്കെ ഓക്കെ ഓക്കെ. അവളുടെ അടുത്ത് ദേഷ്യപ്പെടണ്ടായിരുന്നു. ഇപ്പോൾ വിളിക്കണവർക്കെല്ലാം അവൾ മതി. അവളുടെ അടുത്ത് കാര്യങ്ങൾ അറിയണം. ഞാൻ എളിയാ ആളെ കിട്ടിയാളെ ആളെ കിട്ടി. വലിയ പാടുപെട്ടളിയാ. എവിടെല്ലാം അലഞ്ഞെന്നറിയാം. പിന്നെ അല്ല, നമ്മൾ ഇവിടെ ജോലിയെന്ന് പറഞ്ഞ ആൾക്കാർ നടക്കണം. നമ്മളൊരു ആവശ്യത്തിന് അന്വേഷിച്ചപ്പോൾ ആരും കിട്ടാല്ല. ഇപ്പൊ കിട്ടിയല്ലേ? ശമ്പളം കൊടുത്ത ആളെ കിട്ടാറുണ്ട്. അളിയെ കൊടുക്കുന്ന ഈ നക്കാപ്പിച്ച പൈസക്കൊന്നും ആരെയും ശമ്പളം കൊടുത്ത് കിട്ടത്തില്ല. ഈടെ ഇവിടെ അതിനു വേണ്ടിയുള്ള ജോലിയൊന്നും ഇല്ല സാറേ. എന്ത് ജോലി ആയാലും ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നല്ലേ രാവിലെ. എന്തൊക്കെ ആയാലും ഇച്ചിരി മര്യാദ ഉള്ള അനുസരണമുള്ള ആരെങ്കിലും ആണ് എനിക്ക് ഒരു സമാധാനമുണ്ട്. ആളെ കിട്ടിയെന്ന് പറഞ്ഞില്ല. അതാണെങ്കിൽ 10-500 രൂപ ആണെങ്കിൽ നമുക്ക് കൊടുക്കാം. എന്നാലും സാരമില്ല. അളിയ വേറെ ആരുമല്ല, നമ്മുടെ ശർമ്മള തന്നെ.
ശർമ്മിള അവള് ഇവിടുന്ന് വേണ്ടെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയല്ലേ, നീ എന്തിനാ അവളുടെ അടുത്ത് പോയി സംസാരിച്ചേ? എൻ്റെ അളിയൻ്റെ ഈ കൊടുക്കുന്ന ശമ്പളത്തിന് ആരെങ്കിലും കിട്ടണ്ടേ, അങ്ങനെ ഞാൻ തിരക്കി പോയതാ. അവിടെ ചെന്നപ്പോൾ അതിൽ വലിയ കോമഡി. അളിയ അവൾക്ക് 2 ദിവസം ലീവിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു. അളിയ മര്യാദയ്ക്ക് ചോദിച്ചാൽ ലീവ് കൊടുക്കത്തില്ലല്ലോ. അതുകൊണ്ട് അവള് മനഃപൂർവ്വം അളിയൻ്റെ അടുത്ത് തുടക്കിട്ട് പോയതാ. അവൾ ഇങ്ങോട്ട് വരാതിരിക്കുമായിരുന്നു, നാളെ ഇങ്ങോട്ട് വരാതിരിക്കുമായിരുന്നു. ഞാൻ കൈയോടെ കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്, വിളിക്കട്ടാ? ആണാ? ഒരു കാര്യം ചെയ്യും, ഞാൻ ഇച്ചിരി ക്ഷമയിടും. ശർമ്മള ഇന്ന് കയറി പോരാ. എന്നെ അൻസാറേ, അതെങ്ങനെ ശരിയാവും? ഞാനിവിടെ ഒരാളെ ജോലിക്ക് എടുക്കാന്ന് പറഞ്ഞ എല്ലാം വാക്ക് ഉറപ്പിച്ചൊക്കെയാണ്. അപ്പം പിന്നെ ഇവിടുന്ന് ഇട്ടിട്ട് പോയ ആളിനെ വീണ്ടും അങ്ങനെ എടുക്കാൻ എങ്ങനെ പറ്റും? കയറി വാ. നമ്മളൊരു വാക്ക് പറഞ്ഞാൽ അത് വാക്കാണ്. എന്താ ശർമ്മളയ്ക്ക് എന്താ ജോലി ചെയ്യാൻ വന്നത്? ജോലിയോ? എവിടെ ഞാൻ വേറെ ആള് വാക്ക് പറഞ്ഞു വെച്ചൊക്കെയാണ്. ശർമ്മളക്ക് ഈ ജോലി വേണ്ടെന്ന് പറഞ്ഞു പോയാണല്ലോ ഇവിടുന്ന്. അതൊന്നും ഞാൻ സമ്മതിക്കൂല. അത് ഞാൻ സമ്മതിക്കൂല. അത് ശർമ്മളല്ല തീരുമാനിക്കുന്നത്, ഇത് എൻ്റെ സ്ഥാപനം. ഞാൻ ആരോ വന്നു. നമസ്കാരം. നമസ്കാരം. ഫോണിൽ വിളിച്ച് നേരത്തെ വരുമെന്ന് പറഞ്ഞു. ഇരിക്കൂ സാർ. മറ്റേ പെട്രോൾ പമ്പിന്റെ ജോലിയുടെ കാര്യം ലേഡി വിളിച്ചു പറഞ്ഞു. ആ ലേഡി ഇവിടുന്ന് രാജിവെച്ച് പോയി. ഇപ്പോൾ ഇല്ല ആരും. നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ ഇവിടെ? രജിസ്റ്റർ ചെയ്തിട്ടില്ല. ചെയ്തില്ല. നമുക്ക് ആദ്യം രജിസ്ട്രേഷൻ ഉണ്ട്, അതാണ് നമ്മുടെ ഫസ്റ്റ് കടമ്പ. അപ്പോൾ അത് അതിന്റെ കാര്യങ്ങളൊക്കെ അതിന് ഫോം, രജിസ്ട്രേഷൻ്റെ ഫോം ഉണ്ട്, അത് ഞാൻ തരാം. ഫോം സാറേ, ഫോം ഇടിയില്ലേ? അവിടെ അവിടെ. പേര് പറയട്ടെ. വേണു. വയസ്സ്? 50. 50. ഒന്ന് അഡ്രസ്സ് പറയുമോ? പറയാലോ. റോഡരികത്ത് വീട്. റോഡരികത്ത് വീട്, കണ്ണമ്മൂല, തിരുവനന്തപുരം. പിൻകോഡോ? പിൻകോഡ് വേണ്ട, ഞാൻ എഴുതിക്കോളാം. പിന്നെ രജിസ്ട്രേഷൻ ഫീസ് ഉണ്ടേ, 1000 രൂപയാണ്. 1000? സാറിന് കൊടുത്തേ. സാറേ, ഫീസ് വാങ്ങിയൊക്കെ? 1000 വേണോ സാറേ? അത് ഇവിടുത്തെ ഫീസാണ്. ഉറപ്പായിട്ടും കിട്ടുമല്ലോ അല്ലേ സാർ? അതിനി അവിടെ വിളിക്കും, ആ പമ്പിൽ നിന്ന് വിളിക്കും നിങ്ങളെ. അപ്പോഴത്തേക്ക് ജോലിക്ക് പോയാൽ മതി കേട്ടോ. എല്ലാം ഓക്കെയാണ്. ഇനിയിപ്പോൾ ആ ജോലി എന്തെങ്കിലും അസൗകര്യം ഉണ്ടെങ്കിൽ വേറെ ജോലി തരും കേട്ടോ. ശരി, ഓക്കെ. ശരി ശരി ശരി. ഇപ്പം മനസ്സിലായില്ല സാറേ, ഞാനില്ലാണ്ട് ഈ ഹെൽപ്പ് മുന്നോട്ട് പോകില്ലെന്ന്. ഞാൻ 1ഉം 2ഉം പറഞ്ഞിട്ട് പോയിന്ന് വിചാരിച്ചാൽ തിരിച്ചു തന്നെ വിളിച്ചുകൂടെ? ഇല്ലേ ഞാൻ പോകുന്നു വിചാരിച്ചിനാ? നമ്മളെ പ്രശ്നം നമ്മൾ മാത്രം അറിഞ്ഞാൽ പോരെ? എന്തിനാ ഈ 3ാമത് ഒരാൾ ഇങ്ങനെ പറഞ്ഞു വേണ്ട ആവശ്യം എന്നെ വിളിക്കാനായിട്ട്? അല്ല, ഫോൺ നമ്പർ ഇല്ലേ? എന്നെ ഒന്ന് വിളിച്ചാൽ പോരെ? വിളിക്കണമെന്നില്ല, ഞാൻ വരൂലേ? ഞാൻ എവിടെയാ പോണ്ട് വീടിയല്ലാണ്ട്? അപ്പൊ ശരി അളിയ, ഈ 3 അങ്ങ് പോട്ടെ. നിങ്ങളായി നിങ്ങളുടെ പാടാ കേട്ടാ. അല്ല, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞല്ല. എല്ലാം മനസ്സിലായി കേട്ടാ. ശരി സാറേ, ഞാൻ ഇവിടുന്ന് ഇറങ്ങിപ്പോകുമ്പോൾ സാറിനാ പറഞ്ഞിന് സുന്ദരികളായ തരുണീ മണികൾ ഇങ്ങനെ നരയായിട്ട് ഇവിടെ വരുന്നല്ലേ? എന്നിട്ട് വന്നുവാ. എനക്കറിയാം ഇവിടെ വരൂലെന്ന്. ഈ ചെറിയ ശമ്പളത്തിനെല്ലാം ആരാ പണിയെടുക്കുക? ഞാനല്ലാണ്ട്. സാറൊരു കാര്യം ചെയ്യും, എനക്കൊരു 1000 രൂപ കൂട്ടിത്താ. 1000 രൂപ കൂട്ടിത്താ. എന്തിനാ? ഈ തൊറി പറ്റി ഞാൻ കേൾക്കുന്നില്ല ഇവിടുന്ന്. അപ്പൊ എനിക്കൊരു 1000 കൂട്ടിത്തരണം. 500. 500? അപ്പൊ 500-നാണെങ്കിലും എന്നെ തെറി പറയാൻ വേണ്ടി പാടില്ല. ഓക്കെ ആണോ? പിന്നെ ഈ ഇടക്കിടക്ക് പറയുന്നുണ്ടല്ലോ, അന്ന മതിയാക്കിട്ട് ഇറങ്ങിപ്പോയിക്കോന്ന്. അതും പറയാൻ പാടില്ല. പറയുവാ? ഡീലാന്നാ? തെറിയും പറയാൻ പാടില്ല, ഇറങ്ങിപ്പോയിക്കോന്നും പറയാൻ പാടില്ല. അന്ന് 500 കൂട്ടി തന്നാ മതി.